ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2025 മോഡൽ ടാറ്റ നെക്സോണിലെ ഏറ്റവും പുതിയ വേരിയന്റ് ആയ പ്യുവർ പ്ലസ് എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ഒരു തേർഡ് വേരിയന്റ് എന്ന് പറയാം. ടാറ്റ നെക്സോണിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ഇപ്പോൾ ഈ പ്യുവർ പ്ലസ് വേരിയന്റ് ആണ്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഏതെല്ലാം എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിൽ ഈ വേരിയന്റ് അവൈലബിൾ ആണ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നെക്സോൺ പ്യുവർ പ്ലസ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് ഇപ്പോൾ നെക്സോണിന്റെ എല്ലാ വേരിയന്റുകളുടെയും എക്സ്റ്റീരിയർ ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏത് വേരിയന്റ് ആണെങ്കിലും ലുക്ക് എക്സാക്ട്ലി സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ആകെ വരുന്ന ഡിഫറൻസ് ചെറിയ ചെറിയ ഫീച്ചേഴ്സിലുള്ള ഡിഫറൻസ് മാത്രമാണ്. ഈ പ്യുവർ പ്ലസ് എന്ന് പറഞ്ഞാൽ ഒരു തേർഡ് വേരിയന്റ് ആണ്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വേരിയന്റിൽ തന്നെ ടാറ്റ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റീസെന്റ് ലോഞ്ച് ചെയ്തൊരു വേരിയന്റ് നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ ആഡ് കാണുന്നത് പോലെ 9.99 ലക്ഷത്തിന് കിട്ടുന്ന മോസ്റ്റ് ഫീച്ചറിസ്റ്റിക് കാർ ഇൻ ദ സെഗ്മെന്റ് നമ്മളുടെ നെക്സോണിന്റെ ഈ ഒരു പ്യുവർ പ്ലസ് വേരിയന്റ് ആണ്. ഒരു ഇന്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ എക്സ്റ്റീരിയറിലാണെങ്കിലും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് അലോയ്സ് പോലെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളാണ്. അത് നമുക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്നും ആക്സസറി ആയിട്ട് ചെയ്യാം. ഈ വേരിയന്റിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കീയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക്, ഫോളോ മീ ഹോമിന്റെ ഓപ്ഷൻസ്, പിന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള ഒരു ഫ്ലിപ്പ് കീ കൊടുത്തിരിക്കുന്നു. പിന്നെ ഒരു നോർമൽ കീ. നമുക്ക് DRL ഈ വേരിയന്റിൽ വരുന്നുണ്ട്. അതിപ്പോൾ ബേസ് വേരിയന്റ് തൊട്ട് അവൈലബിൾ ആണ്. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നാൽ ഒരു LED ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ഒക്കെ ക്രിയേറ്റീവ് വേരിയന്റോട്ടാണ് വരുന്നത്. ഇത് നോർമൽ LED ഹെഡ്ലൈറ്റുകളാണ്. താഴേക്ക് വന്നാൽ ഫോഗ് ലൈറ്റ് വരുന്നില്ല. ഫോഗ് ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്നും ആക്സസറി ആയിട്ട് ചെയ്യാം. വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 208 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം എല്ലാ വേരിയന്റുകളും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഫ്രണ്ടിൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഗ്ലോസി ബ്ലാക്ക് കളറിലാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. അതിന് നമുക്കൊരു ടാറ്റയുടെ പുതിയ ലോഗോയും കാണാം. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരൊറ്റ നോട്ടത്തിൽ തന്നെ ഇതൊരു മിഡ് വേരിയന്റ് ആണ് മനസ്സിലാവും. കാരണം അലോയ്സ് പോലെയുള്ള കാര്യങ്ങളൊന്നും ഈ വേരിയന്റിൽ വരുന്നില്ല. ഒന്നല്ലെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് അലോയ്സ് ആക്സസറി ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പുറത്തുനിന്നാണെങ്കിലും ആക്സസറി ആയിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ടയർ സൈസിലേക്ക് വന്നാൽ 195, 65 or 60 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡം ബ്രേക്കുകളാണ്. ഒരു പ്ലാസ്റ്റിക് ഫീലാണ് വീൽ കപ്പ് കാര്യങ്ങൾക്ക് വരുന്നത്. ഒറ്റ നോട്ടത്തിലൊരു വീൽ കപ്പ് ആണെന്ന് തന്നെ മനസ്സിലാവും. അതിൻ്റെ നടുക്ക് ടാറ്റയുടെ ലോഗോ കൊടുത്തിരിക്കുന്നു. മിറേഴ്സിലേക്ക് വന്നാൽ LED 10 ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. മിറേഴ്സ് അത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ്. അത് എല്ലാ വേരിയന്റുകളിലും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് വാഹനം അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോ ഫോൾഡിംഗ് മിറേഴ്സിൻ്റെ ഫീച്ചേഴ്സും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് എല്ലാം ബോഡി കളറിൽ വരുന്നു. നമുക്ക് കീലസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. ഗ്ലാസുകൾ പ്ലെയിൻ ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിലേക്ക് വരുമ്പോൾ നമുക്കൊരു റൂഫ് വെയിൽസ് കാണാം. അതൊരു സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ഈ വേരിയന്റിന്റെ തന്നെ പ്യുവർ പ്ലസ് S എന്നും പറഞ്ഞ സൺറൂഫുള്ള വേരിയന്റ് വരുന്നുണ്ട്. ഇതിലിപ്പോൾ പ്യുവർ പ്ലസ് വേരിയന്റ് ആണ്, സൺറൂഫ് വരുന്നില്ല. ബാക്കിലേക്ക് വന്നാൽ ഷാർഫിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. വശങ്ങളൊരു ബ്ലാക്ക് ക്ലാഡിങ് ചുറ്റുപുറം പോകുന്നതാണ്. വാഹനത്തിന്റെ വീൽ ബേസ് നോക്കുകയാണെങ്കിൽ 2498 ആണ് അതിന്റെ വീൽ ബേസ് വരുന്നത്. ഓവറോൾ ലെങ്ത് അണ്ടർ സപ്പോർട്ട് മീറ്റർ ആണ് 3995. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിലെ അത്യാവശ്യം ഇന്റീരിയർ സ്പേസ് ഉള്ള ഒരു വാഹനം തന്നെയാണ് നമ്മുടെ നെക്സോൺ. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ നെക്സോണിൻ്റെയും ബാക്കിൽ നിന്നും ലുക്ക് എക്സാക്ട്ലി സിമിലർ ആണ്. കാരണം ഇതിൽ വൈപ്പറാണ് നമുക്ക് മറ്റ് വേരിയന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ലോവർ വേരിയന്റ് ആണെന്ന് മനസ്സിലാകാനുള്ള ഒരു ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകാനുള്ള സംഭവം. പക്ഷേ നെക്സോണിൻ്റെ എല്ലാ വേരിയന്റുകളുടെയും വൈപ്പർ ഈ നമ്മുടെ സ്പോയിലറിന് അകത്ത് കയറിയിരിക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്യുവർ പ്ലസ് വേരിയന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ബാക്കിലെ ഒരു ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. ആ ഒരു എൻ്റെ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം പറഞ്ഞ രീതിയിൽ ഷാർഫിൻ ആൻറ്റിന കാണാം. ഇതിൽ വൈപ്പർ വരുന്നില്ല. വൈപ്പർ, വാഷർ, ഡിഫോഗറോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിൽ നമുക്ക് ആ ടാറ്റയുടെ ലോഗോ. അതിന് താഴെ ഒരു ഫുൾ HD ക്ലാരിറ്റിയോട് കൂടിയ ഒരു റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിന് കണക്റ്റഡ് ടെയിലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ടെയിലൈറ്റ്സ് ഈ ഒരു പോർഷനിലായിട്ടാണ് വരുന്നത്. ഈ രണ്ടും സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇത് ഇൻഡിക്കേറ്ററായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു റിഫ്ലക്റ്റേഴ്സ് മാത്രമാണ് നടുക്ക് വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ റിവേഴ്സ് ലൈറ്റ്. ഇവിടെ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. 2 പാർക്കിംഗ് സെൻസേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നെക്സോൺ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. വേറെ വേരിയന്റിന്റെ ബാഡ്ജിങ് കാര്യങ്ങളൊന്നും തന്നെ നെക്സോണിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. നമുക്ക് ഇവിടെ നിന്ന് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിങ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമ്മളുടെ ഈ ഒരു സെൻട്രൽ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കാനും നമുക്ക് ബൂട്ട് ഓപ്പൺ ആവുന്നത് കാണാം. നമ്മൾ ബൂട്ട് തുറന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്ക്വയറിഷ് ആയിട്ടുള്ള
വലിയ ബൂട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 382 ലിറ്ററാണ് ബൂട്ടിന്റെ കപ്പാസിറ്റി വരുന്നത്. ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. നമുക്ക് പാഴ്സൽ ട്രേ കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിയന്റിൽ വരുന്നില്ല. ബൂട്ട് ലൈറ്റ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ സെയിം സൈസ് ആയിട്ടുള്ള സ്പെയർ വീലുകളാണ് കൊടുത്തിരിക്കുന്നത്. 195 60 R16 ആണ് സ്പെയർ വീലിൻ്റെ സൈസ് വരുന്നത്. നമുക്ക് ബൂട്ടിൽ വേണമെങ്കിൽ പാഴ്സൽ ട്രേ കാര്യങ്ങളെല്ലാം ഷോറൂമിൽ നിന്ന് ആക്സസറൈഡ് ചെയ്യാം. 3 പോയിന്റ് സീറ്റ് ബെൽറ്റ് കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഫുൾ ബ്ലാക്ക് കളറിലാണ് ഇന്റീരിയർ വരുന്നത്. നടുക്കൊരു വൈറ്റ് ലൈൻസ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇന്റീരിയറിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിലുള്ള ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്ക് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ഡോർ പാഡ് വരുന്നത്. ഇവിടെ എല്ലാം ഒരു വൈറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പക്ഷേ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല. ഈ ഒരു പോർഷനിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ വരുന്നു. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു റിഫ്ലക്ടേഴ്സ് കൊടുത്തിരിക്കുന്നത് കാണാം. അത് നൈറ്റിൽ എന്താണെങ്കിൽ നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. പിന്നെ സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്തൊരു മാറ്റ് ഇത് ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഫ്യൂവൽ ലിറ്റ് ഇവിടെ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ AMT വേരിയൻ്റ് ആണ്. അത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെഡ് പെഡൽ നമുക്ക് അവിടെ വരുന്നുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് ചെറിയ സ്റ്റോറേജ് സ്പേസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്യുർ പ്ലസ് വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഇതൊരു മിഡ് വേരിയന്റ് ആണെന്നൊന്നും ആരും പറയില്ല. ഇന്റീരിയർ ലേഔട്ടും ആ ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ടോപ്പ് എൻഡിന്റെ ലുക്കൊക്കെയാണ് തരുന്നത്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ എല്ലാ വേരിയന്റുകളിലും സിമിലർ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. 2 സ്പോക്ക് ആയിട്ടുള്ള ബാക്ക് ലൈറ്റർ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇടതുവശത്തായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലെതർ റാപ്ഡ് എന്നുള്ള നോർമൽ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് വരുന്നത്. സ്റ്റിയറിംഗ് വീൽ നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഇതിന്റെ പ്യുർ പ്ലസ് S വേരിയന്റിൽ നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പർ, നമുക്ക് സൺറൂഫ്, ഇത്രയും കാര്യങ്ങളാണ് അഡീഷണൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് RPM മീറ്ററും ഫ്യൂവൽ ഗേജും എഞ്ചിൻ ടെമ്പറേച്ചറും ഒരു ലൈറ്റിംഗ് ഫംഗ്ഷനോട് കൂടിയും നമ്മുടെ സ്പീഡോ മീറ്റർ ഫുള്ളി ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് നമ്മുടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, പിന്നെ TPMS ടയർ പ്രഷർ വാർണിംഗ്, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡ്രൈവ് മോഡുകൾ ചേഞ്ച് ചെയ്യുന്നത് കാണാം. ഇപ്പോൾ ഡിഫാൾട്ട് മോഡ് നമുക്ക് സിറ്റി, പിന്നെ സ്പോർട്ട്, പിന്നെ നമുക്ക് ഈക്കോ, അങ്ങനെ 3 ഡ്രൈവ് മോഡുകളും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇത് മാറ്റുന്നതിനനുസരിച്ച് ചേച്ചി നമ്മളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഏത് ഡ്രൈവ് മോഡാണെന്നുള്ളത്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സെഗ്മെന്റിലെ വാഹനങ്ങളിൽ കാണുന്ന മോസ്റ്റ് ഫീച്ചറിസ്റ്റിക് ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ എന്ന് പറയേണ്ടി വരും. ഇതിനകത്ത് ഹാർമന്റെ സിസ്റ്റമാണ്. 4 സ്പീക്കറും 4 ട്യൂട്ടേഴ്സും വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യണമെന്ന് നമുക്ക് യൂസ് ചെയ്യാം. വളരെ ക്വിക്കായിട്ടുള്ള റെസ്പോൺസ് കാര്യങ്ങൾ തരുന്നുണ്ട്. വളരെ എന്താ പറയുക, ഒരു HD ക്ലാരിറ്റിയാണ് ഇത് തരുന്നത്. ഇതിനകത്ത് നമുക്ക് ഡ്രൈവ് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ട്രിപ്പ് കാര്യങ്ങൾ, എഫിഷ്യൻസി കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇമേജ് വ്യൂവർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. USB കണക്ട് ചെയ്യാം. മീഡിയ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് USB പ്ലേ ചെയ്യാം, പിന്നെ ബ്ലൂടൂത്ത് വഴി പ്ലേ ചെയ്യാം, ഐപോഡ് പ്ലേ ചെയ്യാം, ആൻഡ്രോയിഡ് ഓട്ടോ, അങ്ങനത്തെ ഓരോ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. പാർക്ക് അസിസ്റ്റ്, അതായത് ഡയറക്റ്റ് ക്യാമറ ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ക്യാമറ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് കോർണറിൽ കൊടുത്തിരിക്കുന്നു. ക്യാമറ ഒരു ഫുൾ HD ക്ലാരിറ്റിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് ഫുൾ സ്ക്രീനിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മുടെ നേരെ വാഹനത്തിൻ്റെ താഴെ സൂം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. പിന്നെ ഈ പാർക്ക് അസിസ്റ്റിൻ്റെ ഓരോ ബീപ്പ് സൗണ്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടണും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. സൗണ്ട് ഡെമോ, അപ്പോൾ ഡെമോ കേൾപ്പിച്ചാൽ ചിലപ്പോൾ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരും. അതൊക്കെ കേൾക്കാനായിട്ട് നല്ല രസമാണ്. ഇതിനകത്ത് ഇരുന്നൊരു മ്യൂസിക് നിങ്ങൾ കേട്ട് നോക്കണം. അപ്പോഴാണ് ഈ സ്ക്രീനിൻ്റെ ഒരു ക്ലാരിറ്റി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതിനകത്ത് 1 hour എന്നുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. അതായത് നമ്മൾ വാഹനം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 1 hour സ്ക്രീൻ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു രീതി. അതായത് കുട്ടികൾക്ക് കാര്യങ്ങൾക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ USB-യിലൊക്കെ നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫീച്ചറിസ്റ്റിക് എന്നുള്ള രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് AC വെൻസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഒരു വൈറ്റ് ഫിനിഷാണ് സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷാണ്, പക്ഷേ അതിനകത്തൊരു ടെക്സ്റ്റൈഡ് ഫീല് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. AC കൺട്രോൾസ് കൊടുത്തിരിക്കുന്നത് മാനുവൽ AC ആണ്. ഓട്ടോ AC ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് താഴെ നമുക്ക് ആ AC-യുടെ 2 കൺട്രോളുകൾ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഹസാർഡ് ലൈൻ്റെ ബട്ടൺ കാണാം. ബൂട്ട് അകത്ത് നിന്ന് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇത് അതിൻ്റെ അകത്തായിട്ട് ഇവിടെ നമുക്ക്
12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് കാണാം. പിന്നെ ഒരു USB കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നു. USB നമുക്ക് സ്ക്രീനിൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. വേറെ ചാർജിങ് പോർട്ട് കാര്യങ്ങളൊന്നും വേറെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ AMT ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നത്. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഗിയർ ലിവറാണ്. അതിപ്പോൾ എല്ലാ ഓട്ടോമാറ്റിക്കലും ഈ സെയിം ഗിയർ ലിവർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. AMT ആണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇതിനകത്ത് റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവർ ഈ 3 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഈ പോർഷനിലെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മുടെ ഡ്രൈവ് മോഡ് സെലക്ടർ CT ഈക്കോ സ്പോർട്ട്, അതിപ്പോൾ നെക്സോൺ ഇറങ്ങിയ സമയത്ത് തൊട്ട് അതിനകത്തുള്ള ഒരു ഫീച്ചറാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം. ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ്. സെൻറ്റർ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിനകത്തും ആ ഒരു സ്റ്റോറേജ് സ്പേസ് എന്നുള്ള രീതിയിൽ അത് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. അതൊരു ഡ്യുവൽ ടോൺ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഓഫ് വൈറ്റ് ഫിനിഷ് നിങ്ങൾക്ക് കാണാം. പിന്നെ ഈ ഒരു പോർഷൻ ഒരു ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നത്. നല്ല തൈ സപ്പോർട്ട് കാര്യങ്ങളാണ് ഫ്രണ്ട് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റിന് കൊടുത്തിരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. അതിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. കോ ഡ്രൈവർ സൈഡിൽ നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. സൺവൈസസ് വിത്ത് മിറർ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സെൻട്രൽ IRVMs മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ്. റീഡിംഗ് ലൈറ്റ് LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സെഗ്മെന്റിലെ ഏറ്റവും ഡീപ്പായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. അതൊരു വളരെ സോഫ്റ്റ് ഓപ്പണിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഡീപ്പാണ്. നമുക്കൊരു 6 ലിറ്റർ എങ്ങാണ്ട് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഫീച്ചറിസ്റ്റിക് ആണ്. പെൻ ഹോൾഡ് ചെയ്യാൻ നമുക്ക് അതിനകത്ത് തന്നെ കപ്പ് ഹോൾഡേഴ്സിൻ്റെ ഓപ്ഷൻസ് അങ്ങനെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. ലൈറ്റ് കൂൾഡ് ഫീച്ചറൊന്നും ഇതിനകത്ത് ഈ ഒരു വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഓൾമോസ്റ്റ് 90 ഡിഗ്രി തന്നെ ഡോർ വൈഡായിട്ട് തുറക്കാൻ പറ്റും. ഡ്യുവൽ ടോൺ കളറിലാണ് ഡോർ പാഡ് കൊടുത്തിരിക്കുന്നത്. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. സോഫ്റ്റ് ടച്ച് ഒന്നും തന്നെ വരുന്നില്ല. ഈ ഒരു ഹാൻഡിലിൻ്റെ പോർഷൻ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ്. പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. സ്പീക്കർ വില്ല് ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് AC വെൻസും വരുന്നുണ്ട്. ഈ പ്യുവർ പ്ലസ് വേരിയൻ്റ് കൊടുത്തിട്ടാണ് നമുക്ക് ബാക്കിലേക്ക് AC വെൻസ് കൊടുത്തിരിക്കുന്നത്. ചാർജിങ് പോർട്ട് കാര്യങ്ങളൊന്നും ബാക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിനകത്തിപ്പോൾ ഒരു മാറ്റ് ഇത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് സീറ്റിൽ 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വേരിയൻ്റ് വരുന്നത്. സെൻറ്റർ ആംറസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സെൻട്രൽ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റും ഉൾപ്പെടുത്തിയിട്ടില്ല. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകൾ കാണാം. ഐസോഫിക് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് റൂം നിങ്ങൾക്ക് കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 7 സെൻറ്റിമീറ്ററിനടുത്ത് ഹെഡ് റൂം ബാലൻസ് ഉണ്ട്. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം. കോമ്പാക്ട് SUV-യിൽ അത്യാവശ്യം വൈഡസ്റ്റ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് വരുന്നത് നെക്സോണിലും XUV 3XL ആണ്. നെക്സോണിലുള്ള സീറ്റുകൾ വളരെ കംഫർട്ടബിൾ ആണ്. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബാക്ക് സീറ്റിലൊക്കെ നല്ല സൂപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ് നെക്സോണിൽ വരുന്നത്. പാഴ്സൽ ട്രേ ബാക്കിൽ വരുന്നില്ല. അത് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. നമുക്ക് സ്പ്രിംഗ്ഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് വേറെ റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നെക്സോണിന്റെ സേഫ്റ്റി ഫീച്ചർ ഒന്നും എടുത്തു പറയേണ്ട കാര്യമില്ല. ഗ്ലോബൽ NCAP 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഫസ്റ്റ് ഇന്ത്യൻ കാറാണ് നമ്മളുടെ ടാറ്റ നെക്സോൺ. ആ ഒരു ബിൽഡ് ക്വാളിറ്റി ഈ വാഹനത്തിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ബേസ് വേരിയൻ്റ് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, TPMS അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങൾ കൊടുക്കേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു 3rd വേരിയന്റിൽ തന്നെ ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ഈ ഒരു വേരിയന്റ് നിങ്ങൾക്ക് പെട്രോൾ എഞ്ചിനിലും ഡീസൽ എഞ്ചിനിലും അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക്കും മാനുവലും വരുന്നുണ്ട്. പെട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 1.2 ലിറ്റർ 3 സിലിണ്ടർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 120 HP അടുത്താണ് പവർ വരുന്നത്. 170 Nm ആണ് ടോർക്ക്. 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് IMT. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് അറൗണ്ട് 17-18 ഇടയ്ക്കാണ്. റിയൽ ലൈഫിൽ മാനുവൽ ഓടിക്കുന്നവർക്ക് ഒരു 13-14 ഇടയ്ക്ക്, ഓട്ടോമാറ്റിക്കിന് 12-13 ഇടയ്ക്ക് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾ മൈലേജ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡീസലിലേക്ക് പോകാം. നല്ല പവർഫുൾ ആയിട്ടുള്ള നല്ല കാല് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് എൻ്റെ ഡീസൽ എഞ്ചിൻ. അത് 1.5 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 115 HP ആണ് പവർ വരുന്നത്. നമുക്ക് ടോർക്ക് 260 Nm ടോർക്കും ഉണ്ട്. കാല് കൊടുക്കുന്നതനുസരിച്ച് ആ എഞ്ചിൻ നമുക്ക് പെർഫോം ചെയ്യും. അതിലും നമുക്ക് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് AMT ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഒരു വേരിയന്റിൽ തന്നെ AMT ആണെങ്കിലും ടാറ്റ ഓട്ടോമാറ്റിക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന 24 km/ലിറ്ററൊക്കെയാണ് മൈലേജ്. പക്ഷേ റിയൽ ലൈഫിൽ ഓടിക്കുന്നവർക്ക്, നല്ല രീതിയിൽ ഓടിക്കുന്നവർക്ക് 20-അടുത്തൊക്കെ അതിന് ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും മൈലേജ് ലഭിക്കുന്നുണ്ട്. പുതിയ പ്യുവർ പ്ലസ് വേരിയന്റിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഇപ്പോൾ പെട്രോൾ മാനുവൽ വേരിയന്റിന് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 9,69,000 രൂപയാണ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 11,30,000 രൂപ. പെട്രോൾ AMT നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന പെട്രോൾ AMT വേരിയന്റ് ആണ്. ഇതിന് എക്സ്ഷോറൂം പ്രൈസ് 10,39,000 രൂപ. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 12,40,000 രൂപ.
ഇതിൽ ഡീസൽ അവൈലബിൾ ആണ്. ഡീസൽ മാനുവലിന് ഷോറൂം പ്രൈസ് 11 ലക്ഷം രൂപ, ഓൺ റോഡിലേക്ക് വരുമ്പോൾ 13,20,000 രൂപ. ഡീസൽ AMTക്ക് 11,69,000 രൂപയാണ് ഷോറൂം പ്രൈസ്, ഓൺ റോഡിലേക്ക് വരുമ്പോൾ 14 ലക്ഷം രൂപയാണ് എൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്നതാണ് 9.99 ലാക്സിന് നെക്സോണിന്റെ മോസ്റ്റ് ഫീച്ചറിസ്റ്റിക് വേരിയന്റ് എന്ന് പറയുന്നത് ഇതിന്റെ പ്യുവർ പ്ലസ് എസ് എന്ന് പറയുന്ന വേരിയന്റ് ആണ്. അതാകുമ്പോൾ എസ് അഡീഷണലി വരുമ്പോൾ സൺറൂഫ് വരുന്നുണ്ട്, ഓട്ടോ ഹെഡ്ലൈറ്റ് ആൻഡ് ഓട്ടോ വൈപ്പേഴ്സ് ആണ് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്നത്. ആ വാഹനത്തിന്റെ പെട്രോൾ മാനുവലിന് ഷോറൂം പ്രൈസ് ആണ് 9,99,990 രൂപ വരുന്നത്. അതായത് 10 ലക്ഷം രൂപയ്ക്ക് 10 രൂപ കുറവ്. ആ വേരിയന്റ് ഓൺ റോഡിലേക്ക് വരുമ്പോൾ 11,70,000 രൂപ. അതായത് പ്യുവർ വേരിയന്റും പ്യുവർ പ്ലസ് വേരിയന്റും തമ്മിൽ 40,000 രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത്. അത് ഇപ്പോൾ നമ്മൾ ഡീസൽ മാനുവൽ അവൈലബിൾ ആണ്. ഡീസൽ മാനുവൽ വേരിയന്റിന് 11,29,000 രൂപയാണ് എക്സ്ട്രോം, ഓൺ റോഡിലേക്ക് വരുമ്പോൾ 13,50,000 രൂപ. പെട്രോളിൽ AMT വരുന്നുണ്ട്, 10,69 ഷോറൂം പ്രൈസ്, ഓൺ റോഡിലേക്ക് വരുമ്പോൾ 12,80,000 രൂപ. ഈ പ്യുവർ പ്ലസ് എസ് വേരിയന്റിൽ ഡീസലിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ AMT അവൈലബിൾ അല്ല. 2025 ടാറ്റ നെക്സോണിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് ഈ പ്യുവർ പ്ലസ് വേരിയന്റിനെ വിളിക്കാം. കാരണം ഇന്റീരിയറിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. മിസ്സിംഗ് ആയിട്ട് വരുന്നത് മറ്റു വേരിയന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ ക്രൂസ് കൺട്രോൾ ആണ്. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അല്ല. എക്സ്റ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ അലോയ്സ് ആണ്. അലോയ്സ് ഇപ്പോൾ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ചിലർക്ക് കമ്പനി ഫിറ്റഡ് അലോയ്സ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഔട്ട്സൈഡ് അലോയ്സ് ആയിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് കമ്പനിയിൽ നിന്നാണെങ്കിൽ കമ്പനിയിൽ നിന്ന്, അല്ലെങ്കിൽ പുറത്തു നിന്ന് അലോയ്സ് ആക്സസറി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഒരു 11 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങളൊരു നെക്സോൺ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് SUV നോക്കുന്നുണ്ടെങ്കിൽ നെക്സോണും കൂടി കൺസിഡർ ചെയ്യുക. ഈ ഒരു വേരിയന്റിൽ പെട്രോളും ഡീസലും അവൈലബിൾ ആണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ AMT ആണ് എന്നുള്ളൊരു കൺസേൺ മാത്രമേ ഉള്ളൂ. പക്ഷേ AMT ആണെങ്കിൽ 12 ലക്ഷം രൂപയ്ക്ക് ഒരു കോമ്പാക്ട് SUV ഓട്ടോമാറ്റിക് കിട്ടുന്നത് ഇപ്പോൾ ടാറ്റ നെക്സോൺ മാത്രമാണ്. ഇപ്പോൾ AMT ആണ് എങ്കിലും ഈ AMTക്ക് പ്രത്യേകിച്ച് ലാഗ് കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ ഓടിക്കുകയാണ് എങ്കിൽ നമുക്കൊരു നോർമൽ ഓട്ടോമാറ്റിക് കൊണ്ടു നടക്കുന്ന രീതിയിൽ തന്നെ AMTയും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂവേഴ്സ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടാറ്റ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പെരുമ്പാവൂരുള്ള ഗോകുലം മോട്ടോഴ്സിന്റെ നമ്പർ കൊടുക്കാം. കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും എവിടെ ഡെലിവറി എടുക്കാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ടാറ്റയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പെട്രോൾ വാഹനമാണെങ്കിലും EV ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.